പ്രിയ വിദ്യാർത്ഥികളെ, പരീക്ഷ ഇന്ന് അടുത്തെത്തി. +1 ഫിസിക്സിൽ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഏതെല്ലാം ടോപ്പിക്കുകളാണ് ഈ സമയത്ത് ഊന്നൽ നൽകി ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചും റിവിഷൻ കഴിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ ഏതെങ്കിലും ടോപ്പിക്ക് വിട്ടുപോയിട്ടുണ്ടോ എന്നൊരു തിരിഞ്ഞു നോട്ടവും കൂടിയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ 1 ഫിസിക്കൽ വേൾഡിൽ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് 1.2 സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ്. സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സിന്റെ രണ്ട് തലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് മൈക്രോസ്കോപ്പിക് ഡൊമൈൻ, ഏറ്റവും ചെറുത്, അറ്റോമിക്, മോളിക്കുലർ, ന്യൂക്ലിയർ ബ്രാഞ്ച്. ഏറ്റവും വലിയ അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ഡൊമൈൻ. മാക്രോസ്കോപ്പിക് ഡൊമൈനിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സിൽ അവിടെ 4 വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. 4 ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്: ഒപ്റ്റിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, തെർമോഡൈനാമിക്സ്, മെക്കാനിക്സ്. അപ്പൊ ചിലപ്പോൾ ആ ഒരു ബ്രാഞ്ചുകളെ കുറിച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. മെക്കാനിക്സ് നമുക്കറിയാം, ഒബ്ജക്റ്റ് ഇൻ മോഷൻ, ഒബ്ജക്റ്റിലെ മോഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്സ്. തെർമോഡൈനാമിക്സ് ഹീറ്റ് ആൻഡ് മെക്കാനിക്കൽ വർക്കിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഇലക്ട്രോഡൈനാമിക്സ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ആൻഡ് ഒപ്റ്റിക്സ്, ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഡീൽസ് വിത്ത് ലൈറ്റ്, പ്രകാശത്തെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ലഭിക്കാവുന്നതാണ്. 1 മാർക്കാണ് ഈ ചാപ്റ്റർ നമുക്ക് ലഭിക്കാൻ മിനിമം കിട്ടുന്നത്. അതുപോലെ തന്നെ സ്കോപ്പിൽ പറയുന്ന ഒരു കാര്യം, ദ സ്കോപ്പ് ഓഫ് ഫിസിക്സ് ഈസ് വാസ്റ്റ്, ജസ്റ്റിഫൈ എന്നുള്ള ചോദ്യം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അപ്പൊ അതിൽ നമുക്ക് ലെങ്ത്തിലും ടൈമിലും മാസിലും ഒക്കെ ഫിസിക്സിന്റെ സ്കോപ്പ് വാസ്റ്റ് ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫിസിക്സ് എന്ന സബ്ജക്ട് വെച്ച് ഇലക്ട്രോണിന്റെ മാസ് പഠിക്കുന്നതോടൊപ്പം തന്നെ അറിയുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ മാസ് നമുക്ക് അളക്കാൻ കഴിയും. അതായത് 10⁻³ മുതൽ 10⁵55 വരെ പഠിക്കാൻ ഫിസിക്സ് എന്ന സബ്ജക്ട് കൊണ്ട് കഴിയും. അപ്പൊ മാസിൽ ഫിസിക്സിന്റെ സ്കോപ്പ് വൈഡ് ആണ്. ഇതുപോലെ ടൈമും അതുപോലെ തന്നെ ലെങ്ത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പറയാൻ കഴിയും. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. 4 ബ്രാഞ്ചുകളെ കുറിച്ച് പഠിച്ചു വെക്കുക. കാരണം ആ 4 ബ്രാഞ്ചാണ് പ്രതിപാദിക്കുന്നത് ടെക്സ്റ്റിൽ. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ സ്കോപ്പിനെ കുറിച്ചും. ഇതാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നോക്കേണ്ടത്. രണ്ടാമത്തെ ചാപ്റ്റർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഫോക്കസ് ഏരിയ ടോപ്പിക്സ് 2.2 ദ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, 2.10 ഡയമെൻഷൻ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. സിസ്റ്റം ഇന്റർനാഷണൽ SI യൂണിറ്റിനെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് ആണ് ഉള്ളത്. 7 ഫണ്ടമെന്റലില് ലെങ്ത് മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ടെമ്പറേച്ചർ കെൽവിൻ, കറന്റ് ആംപിയർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില. ദെൻ സപ്ലിമെന്ററിയിൽ പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ, സോളിഡ് ആംഗിളിന്റെ സെറിഡിയൻ. ഈ കാര്യം കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ അത് ഒരു യൂണിറ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട്, അതായത് 3 ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും ഒരു ഫണ്ടമെന്റൽ തന്നിട്ട് ഇതിൽ ഓഡ് വൺ ഔട്ട് ചെയ്താൽ ചോദിക്കാം. അല്ലെങ്കിൽ 3 SI യൂണിറ്റും SI യൂണിറ്റ് അല്ലാത്ത വേറൊരു യൂണിറ്റ് തന്നിട്ട് ഓഡ് വൺ ഔട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളതാണ്. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ. പോസിബിൾ ആണോ ഇല്ലയോ? യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. അപ്പൊ നമുക്കറിയാം പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ആംഗിൾ, പ്ലെയിൻ ആംഗിൾ ആയാലും സോളിഡ് ആംഗിൾ ആയാലും അതിന് യൂണിറ്റ് ഉണ്ട്, പക്ഷെ എന്തില്ല, ഡയമെൻഷൻസ് ഇല്ല. കാരണം ആംഗിളിന് ട്രിഗ്നോമെട്രിക് റിലേഷൻ, എക്സ്പോണൻഷ്യൽ വാല്യൂസിനൊന്നും ഡയമെൻഷൻസ് ഇല്ല. പക്ഷെ തീറ്റയ്ക്ക് നമുക്കറിയാം യൂണിറ്റ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. പോസിബിൾ ആവും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിലേറ്റീവ് ഡെൻസിറ്റി, ഇതിനൊന്നും യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിറ്റും ഉണ്ട്, ഡയമെൻഷനും ഉണ്ട്. അതറിയാം, ലെങ്ത്, മാസ്, ടൈം. യൂണിറ്റും ഉണ്ട്, ഡയമെൻഷനും ഉണ്ട്. യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. ആംഗിൾ യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിലേറ്റീവ് ഡെൻസിറ്റി. ഇനി ഡയമെൻഷൻ ഉണ്ട്, യൂണിറ്റ് ഇല്ല, ഒരിക്കലും പോസിബിൾ ആവില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നോക്കേണ്ടത്. ഇനി ഡയമെൻഷൻ അനാലിസിസിൽ മിനിമം ഒരു 10-12 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് മിനിമം അറിഞ്ഞിരിക്കണം. എങ്കിലേ ഡയമെൻഷനിലെ പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. ഫോർ എക്സാമ്പിൾ, വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് എനർജി എന്ന് ചോദിച്ചാൽ mL²T⁻² എന്ന് പറയാനും, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ഡയമെൻഷൻ G m⁻⁴L³ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ സെയിം ഡയമെൻഷൻസ് ആയ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഫോർ എക്സാമ്പിൾ എനർജി, വർക്ക് ഒരേ ഡയമെൻഷൻ ആണ്. ഇമ്പൾസ്, മൊമെന്റം ഒരേ ഡയമെൻഷൻ ആണ്. വെലോസിറ്റി, സ്പീഡ് ഒരേ ഡയമെൻഷൻ ആണ്. അതേപോലെ തന്നെ ആംഗുലർ മൊമെന്റം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഒക്കെ ഒരേ ഡയമെൻഷൻസ് ആണ്. ഇതുപോലെ അങ്ങനെയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ വരാം. അപ്പൊ ഡയമെൻഷൻസിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്
ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഡയമെൻഷൻ അറിഞ്ഞിരിക്കുക. ഇനി ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം ഡയമെൻഷൻസിൽ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഒന്ന്, ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ. 2, ക്രിയേറ്റ് ദ ഇക്വേഷൻ. 3, കൺവേർഷൻ. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ ആണ്. അതിന് യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി പഠിച്ച ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻ തന്നെയാണ് ചെക്ക് ചെയ്യാൻ ചോദിക്കുക. അപ്പൊ നമുക്ക് ഇക്വേഷൻ കണ്ടാൽ തന്നെ അറിയാം അത് തെറ്റാണോ ശരിയാണോ. അപ്പൊ അതിൽ പഠിക്കേണ്ട കാര്യം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വയ്ക്കാം. അതോടൊപ്പം തന്നെ ഈ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം ഒരു ഇക്വേഷൻ ശരിയാവണമെങ്കിൽ അത് എല്ലാ ടേംസിന്റെ ഡയമെൻഷൻസും ഈക്വൽ ആണ്. അല്ലെങ്കിൽ പറയാം LHS ഡയമെൻഷനും RHS ഡയമെൻഷനും ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇക്വേഷൻ ശരിയാണെന്ന് പറയാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഡയമെൻഷനലി കറക്റ്റ് ആയ ഒരു ഇക്വേഷൻ തെറ്റാനും ചാൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം കൈനറ്റിക് എനർജി ½ mv² ആണ്. അപ്പൊ കൈനറ്റിക് എനർജി ½ mv² പകരം കൈനറ്റിക് എനർജി 3 mv² തന്നാൽ ഡയമെൻഷനലി ശരിയാണ്, പക്ഷെ ഇക്വേഷൻ തെറ്റാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അതിന്റെ ലിമിറ്റ്സ് നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് ട്രിഗ്നോമെട്രിക് റിലേഷൻ എക്സ്പോണൻഷ്യൽ വാല്യൂസിനൊന്നും അറിയില്ല, ഡയമെൻഷൻസ് കിട്ടില്ല. അപ്പൊ അത് വരുന്ന ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഡയമെൻഷൻ വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. മിനിമം 5 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പ്രതീക്ഷിക്കാം. Chapter 3 Motion in a Straight Line. Focus area topics 3.2 Position, Path Length and Displacement, 3.3 Average Velocity and Average Speed, 3.5 Acceleration, 3.6 Kinematic Equation for Uniformly Accelerated Motion. അറിഞ്ഞിരിക്കേണ്ടത് പാത്ത് ലെങ്ത്തും ഡിസ്പ്ലേസ്മെന്റും അല്ലെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യക്തമായ തിരിച്ചറിവ് വേണം. അതായത് ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചരിച്ച ദൂരം, ടോട്ടൽ പാത്ത് ലെങ്ത്. ഡിസ്പ്ലേസ്മെന്റ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിംഗ് പോയിന്റ്. ഇറ്റ്സ് ആൾവേസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനെക്കാളും കുറവോ തുല്യമോ ആവാം. ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനെക്കാളും കൂടില്ല. അപ്പൊ പ്രോബ്ലം ഒക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു കമ്പാരിസൺ എപ്പോഴും മനസ്സിലാക്കി വെക്കണം. ഇനി ഏത് പോയിന്റിൽ നിന്നാണോ തുടങ്ങിയത് അതേ പോയിന്റിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഉണ്ടാവും, ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഇതാണ് ആദ്യമായിട്ട് മനസ്സിലാവുന്നത്. പിന്നെ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ്. ഇപ്പൊ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ആവറേജ് സ്പീഡ് മീൻസ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇതിൽ പ്രോബ്ലം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈക്വൽ ഡിസ്റ്റൻസ് സഞ്ചരിച്ചു എങ്കിൽ ആവറേജ് സ്പീഡ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്, 2v1 v2 by v1 plus v2. അതേപോലെ ഈക്വൽ ടൈം അങ്ങനെയാണെങ്കിൽ v1 plus v2 by 2. അപ്പൊ ഇതിൽ ആ ഒരു കീവേഡ് ഓർത്തിരിക്കുക, ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മനസ്സിലാക്കണം സഞ്ചരിച്ച ദൂരം, രണ്ട് സമയത്തും സഞ്ചരിച്ച ദൂരം തുല്യമാണ്. അങ്ങനെ വരികയാണെങ്കിലാണ് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ 2v1 v2 by v1 plus v2. ഇനി അല്ല ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ടൈം എന്ന് ചോദിക്കുകയാണെങ്കിൽ v1 plus v2 by 2. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എങ്കിൽ, ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി 0 ആയിരിക്കും. പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ചിലപ്പോൾ അവര് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ചോദിക്കും. എന്ന് ബിയിലേക്ക് പോയി ബിന്ന് എയിലേക്ക് വന്നു. അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ നമുക്ക് 2v1 v2 by v1 plus v2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആവറേജ് സ്പീഡ് കാണാം, പക്ഷെ ആവറേജ് വെലോസിറ്റി 0 ആയിരിക്കും. കാരണം തിരിച്ചെത്തി, അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഗ്രാഫും ഇക്വേഷൻസ് ഓഫ് മോഷനും. ഇക്വേഷൻസ് ഓഫ് മോഷൻ v equal to u plus at, v square is equal to u square plus 2as, s is equal to ut plus half at square. ഈ 3 ഡെറിവേഷനും ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഏറ്റവും ഈ ചാപ്റ്റർ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഈ 3 ഡെറിവേഷൻ ആണ്. അതുപോലെ തന്നെ പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്. അതിൽ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ വെലോസിറ്റി കിട്ടും, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സലറേഷൻ കിട്ടും, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഇത്രയും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡെറിവേഷൻ ആണ് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അതിന് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ചെറിയ ന്യൂമറിക്കൽസ് നമുക്ക് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. അതിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. മുകളിലേക്ക് പോകുന്ന സമയവും താഴേക്ക് വരുന്ന സമയവും ഈക്വൽ ആയിരിക്കും. ടൈം ഓഫ് അപ്വേർഡ് ഫ്ലൈറ്റും ഡൗൺവേർഡ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ആണ്. ഫ്രിക്ഷൻ എടുത്തില്ല എങ്കിൽ. അതുപോലെ തന്നെ ഏത് വെലോസിറ്റിയിലാണ് ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യുന്നത്, തിരിച്ച് അതേ ഹൈറ്റ് എത്തുമ്പോൾ അതേ വെലോസിറ്റി തിരിച്ചെത്തും എന്നുള്ള കാര്യങ്ങൾ ഓർമ്മ വേണം. അത് ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി 0 ആവുന്ന സമയത്ത് ടിൽ ദ ബോഡി ഈസ് ആക്സലറേറ്റിംഗ് പോസിബിൾ ആവോ ഇല്ലെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതേണ്ടത് when the object thrown upward it reaches maximum height. മാക്സിമം ഹൈറ്റിൽ എത്തി നിൽക്കുമ്പോൾ അതിന് വെലോസിറ്റി 0 ആയിരിക്കും till the body is accelerating. ഇതൊരു കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. Chapter number 4 Motion in a Plane. Focus area topics 4.2 Scalars and Vectors, 4.10 Projectile Motion. Scalars and vectors. അപ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സ്കെയിലേഴ്സ് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവ് മാഗ്നിറ്റ്യൂഡ് ഓൺലി.
വെക്ടേഴ്സ് ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും, അതിന് പുറമെ വെക്ടർ അഡീഷൻ ഒബേ ചെയ്യും വേണം. അപ്പോൾ അതിന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ട് തരംതിരിച്ച് അറിയണം. അതായത് മാസ്, ടൈം, ലെങ്ത്, ഇതൊക്കെ നമുക്ക് സ്കെയിലേഴ്സ് ആണ്. നേരെ മറിച്ച് വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, മൊമെന്റം ഒക്കെ വരുന്നത് വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് തിരിക്കാൻ അറിയണം. ചിലപ്പോൾ വാട്ട് ഈസ് സ്കെയിലർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം ഓഡ് വൺ ഔട്ട് എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രൊജക്ടൈൽ മോഷൻ അടുത്തൊരു ടോപ്പിക്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രൊജക്ടൈൽ മോഷൻ ആ 3 ഡെറിവേഷൻ വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. അത് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ, റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ, ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം u² sin 2θ/g, ഹൈറ്റ് u² sin² θ/2g ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ് 2u sin θ/g. ഈ 3 ഡെറിവേഷൻ വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് 2 ഡയമെൻഷൻ മോഷൻ ആണ്. അത് ട്രാജക്ടറി പാരബോളയാണ്. അതിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ വെലോസിറ്റി u cos θ. ഇതൊക്കെ മറന്നു പോകരുത്. കാരണം ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി ഫ്രിക്ഷൻ എടുക്കാത്ത കാരണം കൊണ്ട് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ, 1 ഡയമെൻഷൻ ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ കല്ല് ഏറ്റവും മുകളിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. നേരെ മറിച്ച് പ്രൊജക്ടൈലിന്റെ കേസിൽ ഒരു പർട്ടിക്കുലർ ആംഗിൾ പ്രൊജക്ടൈൽ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കില്ല, u cos θ ആയിരിക്കും. വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി 0 ആവും. അപ്പൊ ഈ പ്രൊജക്ടൈൽ തന്നെ ആ ഡയഗ്രാം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പല ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് 2 മോഷനെ ക്ലബ് ചെയ്തിരിക്കുകയാണ്. അത് അപ്വേർഡും ഡൗൺവേർഡും ഫ്രണ്ടിലോട്ടും. ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റിക്ക് മാറ്റമില്ല. പക്ഷെ ഗ്രാവിറ്റി വെർട്ടിക്കൽ എഫക്ട് ചെയ്യുന്നതുകൊണ്ട് വെർട്ടിക്കലിൽ മാറുന്നു. അപ്പോൾ ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി 0, ബട്ട് u cos θ എന്ന ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ പ്രൊജക്ടൈൽ ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ വെലോസിറ്റി ചോദിച്ചാൽ u cos θ എഴുതണം. ഇനി ഏതൊക്കെ ആംഗിളിലാണ് റേഞ്ച് മാക്സിമം ആവുക, ടൈം ഓഫ് ഫ്ലൈറ്റ് മാക്സിമം ആവുക, ഹൈറ്റ് മാക്സിമം ആവുന്ന ക്വസ്റ്റ്യൻ വരും. θ 90 ആവുമ്പോൾ ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും മാക്സിമം ആയിരിക്കും. റേഞ്ച് മാക്സിമം ആവണമെങ്കിൽ θ 45 ഡിഗ്രി ആണ്. ഈ ഒരു കൺസെപ്റ്റ്സ് ഒക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതേപോലെ തന്നെ അപ്വേർഡ് ടൈം ഓഫ് ഫ്ലൈറ്റും ഡൗൺവേർഡ് ടൈം ഓഫ് ഫ്ലൈറ്റും ഈക്വൽ ആയിരിക്കും ഫ്രിക്ഷൻ എടുത്തില്ല എങ്കിൽ. ഇതുപോലെ ഈ 3 ഡെറിവേഷൻ പെർഫെക്റ്റ് ആയിട്ട് നോക്കുക. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. Chapter number 5, Laws of Motion. Focus area topics: 5.5 Newton's second law of motion, 5.7 conservation of momentum, 5.9.1 friction, 5.10 circular motion. ലോസ് ഓഫ് മോഷനിൽ ആദ്യമായി നോക്കേണ്ടത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ദാറ്റ് ഈസ് ലോ ഓഫ് ഫോഴ്സ്. F equal to ma എന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഓർത്തിരിക്കുക. F proportional to dp/dt എന്ന കൺസെപ്റ്റിന് F equal to ma ലേക്ക് നമ്മൾ എത്തും. അതുപോലെ തന്നെ മൊമെന്റം P equal to mv, കാരണം മാസ് വെലോസിറ്റി, മൊമെന്റം ഒരു വെക്ടർ ആണ്, വെലോസിറ്റി വെക്ടർ ആണ്. P equal to മാസിന്റെ വെലോസിറ്റി, മൊമെന്റം ഇക്വേഷൻ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് മൊമെന്റം, ദാറ്റ് ഈസ് P കോൺസ്റ്റന്റ് ആണെങ്കിൽ അറിയാം, ഒരു കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. അപ്പൊ F 0 ആണെങ്കിൽ P കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തില്ല എങ്കിൽ there is no change for the momentum. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ആ റീകോയിലിംഗ് വെലോസിറ്റി ഓഫ് ഗണ്ണിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇത്രയാണ് ഈ ഫസ്റ്റ് പോർഷൻ വരുന്നത്. ഫ്രിക്ഷനിൽ നോക്കേണ്ടത് ആദ്യം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ നോക്കാം. 3 ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻസ് ആണ് ഉള്ളത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക്കിന്റെ മാക്സിമം ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ദെൻ കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ 2 ടൈപ്പ് ഉണ്ട്, റോളിംഗ് ആൻഡ് സ്ലൈഡിംഗ്. അതിൽ പിന്നെ നോക്കേണ്ടത് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ആ സ്റ്റേറ്റ്മെന്റ്സും ഇക്വേഷൻ കൃത്യമായിട്ട് നോക്കാം. അതുപോലെ തന്നെ tan theta equal to mu s and tan alpha equal to mu s, that is tan of angle of friction is equal to coefficient of static friction. ആ ഡെറിവേഷൻ കൃത്യമായിട്ട് നോക്കുക. അതിലെ കോമ്പണൻസ് വരയ്ക്കാനുള്ള, ആ ഫോഴ്സ് കോമ്പണൻസ് വരയ്ക്കാനുള്ള സ്കീമാറ്റിക് ഡയഗ്രാം കൃത്യമായിട്ട് നോക്കണം. അതുപോലെ tan alpha, tan of angle of repose is equal to coefficient of static friction. Then advantages of friction, disadvantages of friction. Now how can we reduce friction? Lubricants add ചെയ്യുക. അതിൽ solid lubricant, graphite powder, അതൊന്നും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് friction is necessary evil. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഉപകാരമുള്ള ഉപദ്രവിയാണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഹാസ് ബോത്ത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. അതുകൊണ്ടാണ് അത് ഉപകാരമുള്ള ഒരു ഉപദ്രവിയാന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിക്ഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ, ഫ്രിക്ഷന്റെ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ലോസ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ലാസ്റ്റ് tan theta equal to mu s and tan alpha equal to mu s. ആ ഡെറിവേഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കി മനസ്സിലാക്കുക. രണ്ടാമത്തെ പോർഷന് ബാങ്കിങ് ഓഫ് റോഡ്സ്. ആ 3 ഡെറിവേഷനും പെർഫെക്റ്റ് ആയിട്ട് നോക്കണം. കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ. ആ ഒരു കാരണം കൊണ്ട് ഇവിടുന്ന് ഒരു എസ്എ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ബാങ്കിങ് ഓഫ് റോഡ്സിലെ ഡെറിവേഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി 90% ആണ്. അതിൽ 3 ഡെറിവേഷൻ ഉണ്ട്. ഫസ്റ്റില് ബാങ്കിങ് എടുക്കാതെ ഫ്രിക്ഷൻ മാത്രം, രണ്ടാമത്തത് ബാങ്കിങ് എടുത്ത് ഫ്രിക്ഷൻ ഇല്ലാതെ ബാങ്കിങ് മാത്രം,
മൂന്നാമത് ബാങ്കിങ് ഫ്രിക്ഷൻ ഉപയോഗിച്ചുള്ള ഇക്വേഷൻ. സേഫസ്റ്റ് വെലോസിറ്റി, ഏത് വെലോസിറ്റിയിൽ പോയാണ് സ്കിഡ് ചെയ്യാതെ പോവുക, ലാറ്ററൽ സ്കിഡിങ് ഒഴിവാക്കാൻ വേണ്ടി ബാങ്ക് ചെയ്യും. അപ്പൊ 3 ഡെറിവേഷൻസ് എന്ത് ചെയ്യുക, സേഫസ്റ്റ് വെലോസിറ്റി കാണുന്ന 3 ഡെറിവേഷനും പെർഫെക്റ്റ് ആയിട്ട് ഡിറൈവ് ചെയ്യാൻ പഠിക്കുക. ആ ഡിറൈവ് ചെയ്യാൻ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ സ്കീമാറ്റിക് ഡയഗ്രാം കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിക്കണം. ആ ഫോഴ്സ് കോമ്പണൻസ് ചിലപ്പോൾ അത് മാത്രം തനി എടുത്ത് ചോദിക്കാം, ഫോഴ്സ് കോമ്പണൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലോസ് ഓഫ് മോഷനിൽ ചോദിക്കുന്നത്. ലോസ് ഓഫ് മോഷനിൽ ആ ഡെറിവേഷൻ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. Chapter number 6, Work, Energy and Power. Focus area topics: 6.3 Work, 6.4 Kinetic Energy, 6.7 The Concept of Potential Energy, 6.8 The Concept of Mechanical Energy, 6.11 Power. വർക്ക് പവർ എനർജിയിൽ വർക്ക് 3 ടൈപ്സ് ഓഫ് വർക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം എഫ് ഡോട്ട് ഡി എസ്, എഫ് ഡി എസ് കോസ് തീറ്റ ചെയ്യാം. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, കോസ് 90 0 ആണ്, കോസ് 180 -1 ആണ്. അപ്പോൾ കൊസൈനിന് പോസിറ്റീവ് വാല്യൂ ഉണ്ടാവും, 0 വാല്യൂ ഉണ്ടാവും, നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും മേക്ക് ചെയ്യുന്ന ആംഗിൾ അനുസരിച്ച് പോസിറ്റീവ് വർക്ക് ആവാം, നെഗറ്റീവ് വർക്ക് ആവാം, നൾ വർക്ക് ആവാം. അതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന നൾ വർക്കാണ്. കാരണം ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. സെൻട്രിപിറ്റൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്ന നൾ വർക്കാണ്. ഒരു സിമ്പിൾ പെൻഡിലും ഓസിലേറ്റ് ചെയ്യുമ്പോൾ ടെൻഷൻ വർക്ക് ചെയ്യുന്നത് നൾ വർക്കാണ്. അപ്പോൾ നൾ വർക്കിന്റെ എക്സാമ്പിൾസ് കൃത്യമായിട്ട് പഠിക്കുക. ചിലപ്പോൾ ആ എക്സാമ്പിൾ തന്നിട്ട് ഇത് പോസിറ്റീവ് വർക്കാണോ നെഗറ്റീവ് വർക്കാണോ നൾ വർക്കാണോ ക്വസ്റ്റ്യൻസ് വരും. എഫ് ഡോട്ട് ഡി എസ്, അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാൻ അറിയാമാണെങ്കിൽ ഒരു പ്രോബ്ലം ന്യൂമറിക്കൽസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. പിന്നെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് കൃത്യമായിട്ടൊരു അറിവാണ്. ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. പൊസിഷൻ കൊണ്ടും സ്ട്രെയിൻ കൊണ്ടും ഉണ്ടാവുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി. mgh half kx², ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഹാഫ് mv². അതുപോലെ തന്നെ കൈനറ്റിക് എനർജി p²/2m എന്ന ഇക്വേഷനും സാന്ദ്രതയുമായി ഓർത്തിരിക്കുക. ഇനി അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ഫോർ എ ഫ്രീലി ഫാളിംഗ് ഒബ്ജക്ട്. ആ ഡെറിവേഷൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു ഒബ്ജക്ട് ടോപ്പിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു എനർജി, ടോട്ടൽ എനർജി കാണും, അതിന്റെ ഇടയിലൊരു ടോട്ടൽ എനർജി കാണും, ഏറ്റവും ബോട്ടം ടോട്ടൽ എനർജി കാണും. 3 പൊസിഷനിൽ നമുക്ക് mgh എന്ന ടോട്ടൽ എനർജി കിട്ടും. അപ്പൊ അതിന്റെ എച്ച് ശ്രദ്ധിക്കണം. ടോട്ടൽ ഹൈറ്റ് എടുക്കുന്ന എച്ച് ആണ് അവിടെ എച്ച് ആയിട്ട് വരേണ്ടത്. ഡെറിവേഷൻ ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അപ്പൊ 3 പോയിന്റിൽ നമ്മൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി കാണുമ്പോൾ 3 പോയിന്റിൽ നമുക്ക് ഒരേ എനർജിയാണ് കിട്ടുന്നത്. കാരണം ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും, കൈനറ്റിക് എനർജി 0 ആയിരിക്കും. താഴേക്ക് വരുന്നതോറും കൈനറ്റിക് എനർജി കൂടി വരും, ഹൈറ്റ് കുറയുന്നതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരും. ഏറ്റവും അടിയിൽ ബോട്ടത്തിൽ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും, കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും, ടോട്ടൽ എനർജിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പൊ ആ ഗ്രാഫും പഠിച്ചു വെക്കുക. ഈ ഡെറിവേഷനും ബാങ്കിങ് ഓഫ് ഡെറിവേഷനും പ്രൊജക്റ്റൈൽ ഡെറിവേഷനും അതുപോലെ തന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡെറിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ 2 ഡെറിവേഷൻ ഉറപ്പായിട്ട് കിട്ടും. പാസ് മാർക്കിന് പകുതിയോളം സ്കോർ ചെയ്യാൻ ഇത് വളരെ അപ്പോൾ ഡെറിവേഷൻ മാത്രം പഠിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല സ്കോറിങ് നമുക്ക് എന്ത് ചെയ്യും കിട്ടും. കാരണം ഇതിൽ പല വിദ്യാർത്ഥികൾക്കുള്ള സംശയം ഇംഗ്ലീഷ് ആണ്, പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, മലയാളത്തിൽ എഴുതാൻ പറ്റുന്നൊക്കെ ചോദിക്കാറുണ്ട്. മലയാളത്തിൽ എഴുതാം. നിങ്ങൾക്ക് ഈ ഡെറിവേഷനും ഗ്രാഫും പഠിക്കാൻ മലയാളം ഇംഗ്ലീഷൊന്നും ആവശ്യമില്ലല്ലോ, ലാംഗ്വേജ് ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വർക്ക് എനർജി പവറിൽ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പവർ, വർക്ക് ബൈ ടൈം, അതുപോലെ തന്നെ ഫോഴ്സിന്റെ വെലോസിറ്റി, ആ ഒരു ഇക്വേഷൻ വെച്ചും പവർ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. അതുപോലെ തന്നെ 146 വാട്ട് = 1 HP ഹോഴ്സ് പവർ. അതൊക്കെ ഒരു ക്വസ്റ്റൻ ആയിട്ട് ന്യൂമറിക്കൽ ആയിട്ട് വരും. പവറിന്റെ ഭാഗത്ത് നിന്ന് പൊതുവെ ന്യൂമറിക്കൽസ് ആണ് എന്ത് ചെയ്യാറ് കിട്ടാറ്. വർക്ക് ബൈ ടൈം എന്ന് പറയാം, എനർജി ബൈ ടൈമും പവറിന് പറയാം. പവർ മീൻസ് റേറ്റ് ഓഫ് എത്രയും സ്പീഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് പവർ കൂടുതലാണ്. അതാണ് കപ്പാസിറ്റി ടു വർക്ക് ആണ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വർക്ക് എനർജി പവറിൽ നോക്കേണ്ടത്. Chapter number 7, System of Particles and Rotational Motion. Focus area topics: 7.6 Angular Velocity and its relation with linear velocity, 7.7 Torque and Angular Momentum, 7.9 Moment of Inertia, 7.10 Theorem of Perpendicular and Parallel Axis. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഏറ്റവും ഇമ്പോർട്ടന്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. പക്ഷെ അതിൽ ആദ്യം പഠിക്കേണ്ടത് ലീനിയർ വെലോസിറ്റി വിയും ആംഗുലർ വെലോസിറ്റി ഒമേഗയും തമ്മിൽ v = r⍵. അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം നമ്മൾ f പ്രൊപ്പോർഷണൽ dp/dt പറഞ്ഞ പോലെ തന്നെ ടോ പ്രൊപ്പോർഷണൽ ടു dl/dt. അതായത് ടോർക്ക് 0 ആണെങ്കിൽ L കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സ്റ്റേണൽ ടോർക്ക് കൊടുത്തില്ല എങ്കിൽ L ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. r ക്രോസ് v, m × r ക്രോസ് v, ആ ഇക്വേഷൻ ഓർമ്മ വേണം. റേഡിയസ് വലുതായാൽ വെലോസിറ്റി ചെറുതാവും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ച് ഒരുപാട് ഇക്വേഷൻസ് വരാം. കാരണം പ്ലാനറ്റ്സ് സൂര്യന്റെ അടുത്തേക്ക് എത്തുമ്പോൾ വളരെ സ്പീഡിൽ കറങ്ങും, ദൂരെയാണെങ്കിൽ സ്പീഡ് കുറവായിരിക്കും. ടു കൺസർവ് ആംഗുലർ മൊമെന്റം ആണ്. കാരണം r കൂടുന്നതോറും വെലോസിറ്റി എന്തെങ്കിലും കുറയും. അതുപോലെ നമ്മൾ തിരിയുന്ന കേസിൽ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചാണ്. കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ സ്പീഡ് പെട്ടെന്ന് കുറയും, ഉള്ളിലേക്ക് വലിക്കുമ്പോൾ സ്പീഡ് കൂടും. കാരണം റേഡിയസ് ചെറുതാകുമ്പോൾ വെലോസിറ്റി കൂടുന്നുള്ള ആംഗുലർ മൊമെന്റം കൺസർവേഷൻ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം അവിടെ വരാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ ശരിക്കും പഠിച്ചു വെക്കുക.
റെഗുലർ ബോഡി റിംഗും ഡിസ്കിന്റെയും എല്ലാ ആക്സിസിലും മൊമെന്റ് ഓഫ് ഇനീഷ്യൽ നോക്കുക. അതിൽ തന്നെ പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, ആ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പഠിക്കണം. അതായത് ഈ സ്റ്റേറ്റ്മെന്റ്സ്, ഫോർ എക്സാമ്പിൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ, അതുപോലെ തന്നെ പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, ഇതുപോലെ ലോകൾ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതി പഠിക്കുക. കാരണം അത് ചോദിക്കും. കാരണം ഒരു ഏതെങ്കിലും ഒബ്ജക്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യൽ കാണാൻ വേണ്ടി പറഞ്ഞിട്ട് അവർ ചോദിക്കുക ബൈ വിച്ച് തിയറം, സ്റ്റേറ്റ് തിയറം, അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരിക ഒരു 5 മാർക്കിന്. അപ്പോൾ റെഗുലർ ബോഡിയായ റിംഗിന്റെയും ഡിസ്കിന്റെയും മൊമെന്റ് ഓഫ് ഇനീഷ്യൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, സ്റ്റേറ്റ്മെന്റ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. അപ്പൊ ആംഗുലർ മൊമെന്റവും മൊമെന്റ് ഓഫ് ഇനീഷ്യയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. Chapter 8 Gravitation. Focus area topics 8.3 Universal Law of Gravitation, 8.5 Acceleration due to gravity of Earth, 8.6 Acceleration due to gravity below and above the Earth surface. ഗ്രാവിറ്റേഷനിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് ഗ്രാവിറ്റി, F proportional to m1 m2 by r square or F equal to g m1 m2 r square. ന്യൂട്ടൺസ് ലോസ് ഓഫ് ഗ്രാവിറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പഠിക്കുക. അത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് സ്മോൾ ജിയുടെ വേരിയേഷൻ ആണ്. അതായത് g is equal to gm by r square എന്ന ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പഠിക്കുന്നതോടൊപ്പം തന്നെ ഹൈറ്റിലേക്കും ഡെപ്തിലേക്കും പോകുമ്പോൾ എന്താണ് ജിക്ക് വരുന്ന മാറ്റം. ഹൈറ്റിലേക്ക് പോകുമ്പോഴും ജി കുറയും, ഡെപ്തിലേക്ക് പോകുമ്പോഴും ജി കുറയും. സർഫസ് ഓഫ് എർത്തിലാണ് ജി മാക്സിമം, സെന്ററിൽ ജി 0 ആണ്. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഹൈറ്റിന് 2 എക്സ്പ്രഷൻ ഉണ്ട്. ഒരു വലിയ ഹൈറ്റ് ആണെങ്കിൽ എക്സ്പ്രഷൻ ആണ്, ചെറിയ ഹൈറ്റിന് വേറൊരു എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഈ 2 എക്സ്പ്രഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ സർഫസിലെ ഭൂമിയുടെ ജി, സ്മോൾ ജി ഏറ്റവും കൂടുതൽ മുകളിലേക്ക് പോകുന്നതോറും ജി കുറയും, താഴേക്ക് പോകുന്നതോറും ജി കുറയും. അപ്പൊ ഈ ജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇക്വേഷൻസ് വരികയാണ്. ഫോർ എക്സാമ്പിൾ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം T = 2π√L/g ആണ്. അപ്പൊ ഈ ജി വെച്ചുകൊണ്ട് ടൈം പീരീഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. കാരണം ജി കുറയുമ്പോൾ ടൈം പീരീഡ് കൂടും, ജി കൂടുമ്പോൾ ടൈം പീരീഡ് കുറയും എന്നാ. അപ്പൊ ആ ബന്ധപ്പെടുത്തി വേണമെങ്കിൽ ജി, അതുപോലെ W mg ആണ്. ജി മാറുന്നതിനനുസരിച്ച് വെയിറ്റ് മാറും. അപ്പൊ ഒരു വസ്തുവിന്റെ വെയിറ്റ് ഭൂമിയിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് അനുഭവപ്പെടുക? പോളാർ റീജിയനിൽ വെച്ചാണ് ഏറ്റവും അനുഭവപ്പെടുക. മുകളിലേക്ക് കൊണ്ടുപോകുന്ന വെയിറ്റ് കുറയും, താഴേക്ക് കൊണ്ടുപോകുന്ന വെയിറ്റ് കുറയും. ഇനി ഭൂമിയുടെ സെന്ററിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ വെയിറ്റ് 0 ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്, മാസ് ഉണ്ടാവും. ഇന്ന് റിലേറ്റ് ചെയ്ത് ആണെങ്കിൽ എന്ത് ചെയ്യാം, വെയിറ്റും ടൈം പീരീഡും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. Chapter 9 Mechanical Properties of Solids. Focus area topics 9.3 Stress and Strain, 9.4 Hooke's Law, 9.5 Stress Strain Curve. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ്സും സ്ട്രെയിൻ്റെ ഡെഫിനേഷൻ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. സ്ട്രെയിൻ മീൻസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ ചോദിക്കാം, ഒരു വസ്തുവിൽ സ്ട്രെസ് ഉണ്ട്, സ്ട്രെയിൻ ഇല്ല, പോസിബിൾ ആവും? പോസിബിൾ ആവും. നമ്മൾ വസ്തുവിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു, പക്ഷെ അതിന്റെ ഡയമെൻഷൻ മാറുന്നില്ല. അപ്പൊ സ്ട്രെസ് ഉണ്ടായില്ല, പക്ഷെ സ്ട്രെയിൻ ഉണ്ടായില്ല. അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും പഠിക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആണ്. അപ്പൊ അതിന് മുന്നിൽ ഹൂക്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വിത്ത് എലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ആ പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്, പ്രഷർ, ഇതിനൊക്കെ ഒരേ ഡയമെൻഷൻസ് യൂണിറ്റ് ആണെന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫില് സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൽ ഓരോ പോയിന്റ്, എലാസ്റ്റിക് ലിമിറ്റ് എവിടെയാണ്, പ്രൊപ്പോർഷൻ ലിമിറ്റ് എവിടെയാണ്, ഫ്രാക്ചർ പോയിന്റ് എവിടെയാണ്, ഈൽഡ് പോയിന്റ് എവിടെയാണ്, എവിടെയാണ് ഹൂക്സ് ലോ ഒബേ ചെയ്യുക, ഏതാണ് പ്ലാസ്റ്റിക് റീജിയൻ, ഏതാണ് ഇലാസ്റ്റിക് റീജിയൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പഠിക്കണം. ഇവിടെ നിന്ന് ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസ്. പിന്നെ ഹൂക്സ് ലോ, സ്ട്രെസ് സ്ട്രെയിൻ. Chapter number 10 Mechanical Properties of Fluids. Focus area topics 10.2.1 Pascal, 10.4 Bernoulli's Principle. ഫ്ലൂയിഡ്സില് പാസ്കൽസും ബെർണോളിസും ആണ് ചോദിക്കുക. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പാസ്കൽസിന്റെയും ബെർണോളിയുടെയും സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്ന പാസ്കൽസ് ലോ ബേസ്ഡ് ആണ്. നേരെ മറിച്ച് ലിഫ്റ്റിംഗ് ഓഫ് എറോപ്ലെയിൻ, മാഗ്നസ് എഫക്ട്, അതുപോലെ തന്നെ അറ്റോമൈസിലൊക്കെ വർക്ക് ചെയ്യുന്ന ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ബെർണോളിസ് പ്രിൻസിപ്പിൾ ആ ഡയഗ്രാമും അതിന്റെ ഡെറിവേഷനും വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. അതൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റൻ ആണ്. കാരണം ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആയിരുന്നു. അതിൽ ആകെ പഠിക്കാനുള്ളത് ബെർണോളിയും പാസ്കൽസ് മാത്രമാണ്. അപ്പൊ ഹൈഡ്രോളിക് ലിഫ്റ്റ് വരയ്ക്കാനും അതിന്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു. അതുകൊണ്ടാണ് ഫോഴ്സ് മൾട്ടിപ്ലൈ A/E എന്ന ടേമിനെ കുറിച്ച് ഓർത്തു വയ്ക്കുക. അതുകൊണ്ട് ബെർണോളിസിന്റെ ഇക്വേഷൻ P + ½ ρv² + ρg is a constant. അതിൽ പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ്, ഗ്രാവിറ്റേഷൻ ഹെഡ്, ഈ ഹെഡ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാം. ഡെറിവേഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യാം മനസ്സിലാക്കി. Chapter 11 Thermal Properties of Matter. Focus area topics 11.5 Thermal Expansion, 11.8 Change of State.
തെർമൽ എക്സ്പാൻഷനിൽ ലീനിയർ എക്സ്പാൻഷൻ, എക്സ്പാൻഷൻ ആൻഡ് ഏരിയൽ എക്സ്പാൻഷൻ, അതിന്റെ കോഎഫിഷ്യൻസിന്റെ റേഷ്യോ 1:2:3 ആ ഒരു കാര്യം ഓർത്തു വേണം. അതിന്റെ ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. ദെൻ തെർമൽ എക്സ്പാൻഷൻസിൽ ഒരു കാര്യം ഓർമ്മ, സിമ്പിൾ പെൻഡുലായിട്ട് ക്ലബ് ചെയ്യുമ്പോൾ പെൻഡുലത്തിന്റെ പെൻഡുലം ക്ലോക്കിൽ പെൻഡുലം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇൻവാർ ആണ്. കാരണം ഇൻവാറിന്റെ തെർമൽ എക്സ്പാൻഷൻ വളരെ കുറവാണ്. നമുക്കറിയാം ചൂട് കൂടി ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ടൈം പീരീഡ് കൂടും. അപ്പോൾ ഈ ടൈം പീരീഡ് കൂടിക്കഴിഞ്ഞാൽ സമയം മാറും. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് പെൻഡുലത്തിന്റെ ക്വസ്റ്റ്യൻ T=2π√L/g ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല ഭാഗത്ത് ചോദിക്കാം. ഒന്നിൽ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ ചോദിക്കാം, ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രാവിറ്റി മാറുമ്പോൾ ടൈം പീരീഡ് എന്ത് മാറുന്നു ചോദിക്കാം, തെർമൽ എക്സ്പാൻഷൻ ലെങ്ത് മാറുമ്പോൾ ടൈം പീരീഡ് എങ്ങനെ മാറുന്നു, ഈ ഭാഗത്തൊക്കെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഗ്രാഫ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആ ഓരോ പേരുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആൻഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന കാര്യം ഇക്വേഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക അവിടെ മനസ്സിലാക്കുക. ആ ഗ്രാഫ് ക്ലിയർ ആയിട്ട് പ്ലോട്ട് ചെയ്യാനും അതിൽ മാർക്ക് ചെയ്യാനും അതിന് ഐസോതെർമൽ പ്രോസസ് എവിടെയൊക്കെ വരുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ എന്ത് ചെയ്യാം ഉണ്ടാക്കി വെക്കുക. Chapter 12 Thermodynamics. Focus area topics 12.5 First law of thermodynamics, 12.8 Thermodynamic process, 12.9 Heat engines. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഓരോ തെർമോഡൈനാമിക് പ്രോസസ്സിൽ ഫസ്റ്റ് ലോ എങ്ങനെ മാറുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ്സിൽ വോളിയം ചേഞ്ച് 0 ആണ്, അപ്പോൾ വർക്ക് ഡൺ 0 ആയിരിക്കും. അപ്പോൾ ΔU=ΔQ ആവും. അപ്പോൾ ഓരോ തെർമോഡൈനാമിക് പ്രോസസ്സിൽ ഫസ്റ്റ് ലോ എങ്ങനെ മാറുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. പ്രോബ്ലം വരുമ്പോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്, ഐസോതെർമൽ, ഐസോകോറിക്, ഐസോബാറിക്, അഡിയബാറ്റിക്. അഡിയബാറ്റിക് ആകുമ്പോൾ there is no heat transfer in the system and surrounding. ഐസോതെർമൽ ആകുമ്പോൾ ടെമ്പറേച്ചർ റിമെയിൻസ് സെയിം, അതായത് ΔT=0, T=constant. ആൻഡ് ഐസോബാറിക് പ്രഷർ റിമെയിൻസ് സെയിം. അതുപോലെ തന്നെ ഐസോകോറിക് വോളിയം റിമെയിൻസ് സെയിം. ഇതിന്റെയൊക്കെ വർക്ക് ഡണ്ണും ശരിക്കും പഠിച്ചു വെക്കാം. അതിൽ ഐസോതെർമലും അഡിയബാറ്റിക്കിന്റെ വർക്ക് ഡൺ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ആ ഗ്രാഫ് മനസ്സിലാക്കണം. അതിൽ ഐസോതെർമലും അഡിയബാറ്റിക് ഗ്രാഫാണ് എപ്പോഴും മാറിപ്പോകാൻ ചാൻസ്. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക ഏറ്റവും അടിയതിൽ അഡിയബാറ്റിക്. അഡിയബാറ്റിക് ഗ്രാഫാണ് ഐസോതെർമലും കുറച്ചുകൂടി സ്റ്റീപ്പർ ഗ്രാഫ് ആയിരിക്കും. ഗാമ ടൈംസ് സ്റ്റീപ്പർ ആയിരിക്കും എന്തുണ്ടാവുക അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക. ഹീറ്റ് എഞ്ചിന്റെ വർക്കിങ്ങും എഫിഷ്യൻസിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. Heat=1 - T2/T1. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിനെ കെൽവിനിലേക്ക് മാറ്റാൻ മറക്കരുത്. ഇതൊക്കെയാണ് തെർമോഡൈനാമിക്സിൽ നോക്കേണ്ട കാര്യങ്ങൾ. Chapter 13 Kinetic Theory. Focus area topic 13.4 Kinetic Theory of an ideal gas. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ ആദ്യമായിട്ട് നോക്കേണ്ടത് പോസ്റ്റ്ലേറ്റ്സ് ആണ്. പോസ്റ്റ്ലേറ്റ്സ് മിനിമം 2-3 പോസ്റ്റ്ലേറ്റ്സ് പഠിച്ചു വെക്കുക. ദെൻ പ്രഷറിന്റെ എക്സ്പ്രഷൻ പഠിക്കുക. ദെൻ കൈനറ്റിക് എനർജി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ RMS വെലോസിറ്റി ഇൻ ഡിഫറെന്റ് ടേംസ്, ഡെൻസിറ്റി ടേമിലും നമ്പർ ഓഫ് മോളിക്യൂൾസ് ടേമിലും നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയത്തിന്റെ ടേമിലൊക്കെ പഠിച്ചു വെക്കുക. VRMS വെലോസിറ്റി അതാണ് ആ ഒരു ചാപ്റ്റർ. ആ ഡെറിവേഷൻ കൃത്യമായിട്ട് നോക്കുക. ആ ഡെറിവേഷൻസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. Chapter 14 Oscillations. Focus area topics 14.3 Simple harmonic motion, 14.8.2 The simple pendulum. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സിമ്പിൾ ഹാർമോണിക് മോഷൻ കണ്ടീഷൻ ഏതാണ് നോക്കേണ്ടത്. ഒരു ഓസിലേറ്ററി മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ബോഡി ഓൾവേസ് ടെൻഡ്സ് ടു ഫിക്സ് എ പോയിന്റ്, ദി റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് F പ്രൊപ്പോർഷണൽ ടു -x. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓസിലേറ്ററി മോഷൻസ് ഒക്കെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവുന്നത്. പീരിയോഡിക് എന്താണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. എല്ലാ പീരിയോഡിക് മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവില്ല. അതിന് ഒരു ഓർമ്മ വേണം. യൂണിഫോം സർക്കുലർ മോഷൻ പീരിയോഡിക് ആണ്, പക്ഷേ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല. അതുപോലെ തന്നെ സിമ്പിൾ പെൻഡത്തിന് T=2π√L/g എന്ന എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പഠിച്ചു വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റ് ആണ് അത്. Chapter 15 Waves. Focus area topics 15.3 Displacement relation in a progressive wave, 15.4 The speed of a traveling wave. വേവ്സിൽ രണ്ട് ടോപ്പിക്കാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഓഫ് പ്രോഗ്രസീവ് വേവ്, സഞ്ചരിക്കുന്ന വേവ്. അതായത് y(x(t) a sin kx - ωt + phi. അപ്പോൾ kx - ωt + phi എന്നൊരു ഇക്വേഷൻ വരികയാണെങ്കിൽ അതിനർത്ഥം ആ വേവ് പ്രോഗ്രസീവ് ആണ്. ഏത് ഡയറക്ഷനിൽ kx - ωt വരികയാണെങ്കിൽ പ്ലസ് x ആക്സിൽ, നേരെ മറിച്ച് kx + ωt ആണെങ്കിൽ -x ആക്സിസ്. ഇനി ky - ωt ആണെങ്കിൽ y + y ആക്സിസ്. ഈ ഒരു കാര്യം ചോദിക്കും. അതുപോലെ തന്നെ ആ ഇക്വേഷനിലെ a ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒമേഗ
ആംഗുലർ വെലോസിറ്റി, അത് നമുക്ക് ഫ്രീക്വൻസി കാണാം ഒമേഗ ഈക്വൽ ടു 2πf, എഫ് കിട്ടിയ ടൈം പീരീഡ് കാണാൻ പറ്റും എഫ് ഈക്വൽ ടു 1/t. അതുപോലെ തന്നെ നമുക്ക് ഇനീഷ്യൽ ഫേസ് കാണാം ഫൈന്ന്. അത് തന്നെ കെ ആംഗുലർ വേവ് നമ്പർ ആ കിട്ടിക്കഴിഞ്ഞാൽ ലാംഡ കിട്ടും, കെ ഈക്വൽ ടു 2π ലാംഡ. അപ്പൊ എഫും ലാംഡയും കിട്ടിയ വി കിട്ടും, വി ഈക്വൽ ടു എഫ് ലാംഡ. അപ്പൊ ഈ ഒരു എസ്എ ക്വസ്റ്റൻ ആയിട്ട് തന്നെ ചോദിക്കാം. ഒരു ഇക്വേഷൻ വന്നിട്ട് ആംപ്ലിറ്റ്യൂഡ് കാണാം, ഫ്രീക്വൻസി കാണാം, ടൈം പീരീഡ് കാണാം, വെലോസിറ്റി കാണാനൊക്കെ എന്ത് ചെയ്യാം ചോദിക്കാം. അതുപോലെ തന്നെ വെലോസിറ്റി ഇക്വേഷൻ ഓർത്തിരിക്കുക, v is equal to √p/ρ ആണ്. ന്യൂട്ടൺസ് കൺസെപ്റ്റ് പ്രകാരം പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ ഐസോതെർമൽ പ്രോസസ് ആണ് നടക്കുന്നത്. പക്ഷേ ലാപ്ലേസ് അത് തിരുത്തി അത് ഐസോതെർമൽ അഡിയബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് ആ ഇക്വേഷൻ v equal to √γp/ρ എന്ന് അവര് ഈ എക്സ്പ്രഷനും കൃത്യമായിട്ട് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആ ചാപ്റ്ററിൽ പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ ആണ് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ കിട്ടാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സിന് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ഓരോ ചാപ്റ്ററിലെയും വളരെ കോറായ കൺസെപ്റ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഇനിയും നമുക്ക് സമയങ്ങൾ ഒരുപാടുണ്ട്. കൃത്യമായ ഡെറിവേഷൻ മാത്രം പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ഗ്രാഫ് വരയ്ക്കാനുള്ള ഗ്രാഫ് ഉണ്ട്, പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, വേരിയേഷൻ ഓഫ് ജിയുടെ ഗ്രാഫ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ ഗ്രാഫ്, ഇതൊക്കെ പഠിച്ചാൽ തന്നെ ഒരു ഗ്രാഫ് എന്ന് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഇത്രയും കണ്ടന്റ് നമുക്ക് പഠിച്ചാൽ മതി. അപ്പൊ ഇത് വലിയ ഈ കൊറോണ സമയം നല്ലൊരു ലക്കി ചാൻസ് ആയിട്ട് കരുതി നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.